ഫസലിനെ കൊലപ്പെടുത്തിയത് ആർഎസ്എസുകാർ തന്നെയെന്ന് പ്രതി സുധീഷിന്റെ കുറ്റസമ്മത മൊഴി. ആർഎസ്എസ് പ്രവർത്തകന്റെ നിർണായക മൊഴിയുടെ വീഡിയോ പീപ്പിൾ ടിവി പുറത്തുവിട്ടു. കൊലപാതക ദിവസം നടന്ന സംഭവങ്ങൾ കൃത്യമായി സുബീഷ് വിശദീകരിക്കുന്നുണ്ട്. ഗൂഢാലോചന നടത്തിയതും കൃത്യം നിർവഹിച്ചതും വിശദമായി തന്നെ ഇയാൾ കുറ്റസമ്മത മൊഴിയിൽ പറയുന്നു. അതൊരു ഫസൽ നിർത്തലാണ് CPM മാറി പിള്ളേരെ കൊണ്ട് ഭയങ്കര ശല്യം. CPM NDF-ലേക്ക് മാറുന്നത് RSS അപ്പോ അതിന്റെ ഉള്ളിൽ വേറെ ഉള്ളുകളികളൊന്നും ഞാൻ അറിയില്ല. ഇവരുമായിട്ടൊന്നും തർക്കം ഉണ്ടായിരുന്നോ? ഇതുവരെ പറഞ്ഞില്ല. അതിന് ശേഷം ഈ തർക്കം ഇവനോട് കൂടുതൽ ചോദിച്ചിട്ടില്ല. കാരണം ഈ പ്രബീഷ് അവനോട് ഇവൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും. ഞാൻ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് നമ്മൾ തമ്മിലുള്ള അത്രയും വലിയ ഡീപ്പാണ്. അപ്പോൾ ആ രീതിയിൽ അവൻ വിളിച്ച് അവൻ അവരോട് പോയി. RSS പ്രവർത്തകരായ പ്രബീഷ്, ഷിനോജ്, പ്രമീഷ് എന്നിവരും RSS ശിക്ഷകായിരുന്ന താനും ചേർന്നാണ് കൃത്യം നടത്തിയത്. പുലർച്ചെ വരെ വഴിയിൽ കാത്തുനിന്ന് ഫസൽ സൈക്കിളിലെത്തിയപ്പോൾ ബൈക്കിൽ പിന്തുടർന്നെത്തി കൊലപ്പെടുത്തുകയായിരുന്നു. അത് ഞാൻ എഴുതി തരാം. ഒരു ഇരുമ്പിന്റെ ദണ്ടും പിന്നെ ഒരു നീളമുള്ളൊരു വാളും ഒരു ചെറിയൊരു കുക്കാണ്. അപ്പം ഈ സാധനം ഓൾറെഡി അവിടെ ഉണ്ട്. അത് ഇവരാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ആദ്യം സെറ്റാക്കി വെച്ച സംഭവം കുറെ അടിച്ചൊരു വണ്ടി ചാട്ടായി നല്ല പോകുകയായി. വണ്ടി തിരിക്കുമൊക്കെ പരിപാടി ഇവര് സംഭവം കഴിഞ്ഞു. മരിച്ചു എന്നുള്ളത് എനിക്ക് അന്നേരം ഒന്നും പറയാൻ പറ്റില്ല. കാരണം അയാൾ മരിച്ചില്ല എന്നുള്ളത് എന്താ എത്രത്തോളം പരിക്ക് പറ്റി എങ്ങനെയാന്നുള്ളത് ഞാൻ കാണുന്നില്ല. മരിക്കാൻ മാത്രം മരിക്കേണ്ട രീതിയിലാണെന്നില്ല. സംഭവം വീണ്ടും സൈക്കിളോ കുറച്ച് ആ സൈഡിൽ. മറ്റൊരു ടെലിഫോൺ സംഭാഷണവും തെളിവായി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. സുബീഷ് പിടിയിലാകുന്നതിന് മുമ്പ് മറ്റൊരു സുഹൃത്തുമായി ഫസൽ വധത്തിന്റെ വിശദാംശങ്ങൾ സംസാരിക്കുന്നതാണ് ശബ്ദരേഖയിലുള്ളത്. കസ്റ്റഡിയിൽ പീഡനത്തെ തുടർന്നാണ് സുബീഷ് തങ്ങൾക്കെതിരെ മൊഴി നൽകിയതെന്ന RSS വാദമാണ് ഇതോടെ പൊളിഞ്ഞത്. കാരായി രാജൻ, കാരായി ചന്ദ്രശേഖരൻ എന്നിവർ ഉൾപ്പെടെ CPM നേതാക്കളെയും പ്രവർത്തകരെയും പ്രതിയാക്കിയുള്ള കുറ്റപത്രം CBI ഇതിനകം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. തങ്ങൾ നിരപരാധികളെന്ന് തെളിയിക്കുന്നതിനായി CBI പ്രതി ചേർത്തവർ കുറ്റസമ്മത മൊഴി കോടതിയിൽ ഹാജരാക്കി. എന്നാൽ ഇതിനെ CBI ശക്തമായി എതിർത്തു. കോടതി ഇത് പരിഗണിക്കരുതെന്നാണ് CBIയുടെ വാദം. ഈ മാസം 14 ഇത് സംബന്ധിച്ച് CBI കോടതി നിലപാട് വ്യക്തമാക്കും. ഫസൽ വധത്തിൽ കാരായിമാരുൾപ്പെട്ട CPM പ്രവർത്തകരുടെ നിരപരാധിത്വമാണ് ഇതോടെ പുറത്തുവരുന്നത്. എന്നാൽ ഇത് തെളിവായി സ്വീകരിക്കാൻ CBI തയ്യാറല്ല. CBIയെ RSS രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിൻ്റെ മറ്റൊരു തെളിവായി CPM ഇതിനെ ചൂണ്ടിക്കാട്ടുന്നു. കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ്. CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്ററെ കൊലപ്പെടുത്താനാണ് RSSകാർ ശ്രമിച്ചതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. അമിത്ഷാ വന്നതിന്റെ പ്രതിഫലനമാണ് കേരളത്തിൽ കാണുന്നതെന്നും കോടിയേരി പറഞ്ഞു. CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ നടന്നത് ആസൂത്രിതമായ ആക്രമണമാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സംസ്ഥാനത്തെ ഒരു കലാപകേന്ദ്രമാക്കാനാണ് RSS BJP സംഘം ശ്രമിക്കുന്നതെന്നും കോടിയേരി വ്യക്തമാക്കി. ജില്ലാ സെക്രട്ടറിയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരു സംഘം നടത്തിയിട്ടുള്ള ആസൂത്രിതമായ ഒരു ആക്രമണമാണ് ഇന്ന് പുലർച്ചെ കോഴിക്കോടുണ്ടായ സംഭവം. ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ സാധിക്കുന്നതല്ല. കേരളത്തിൽ കഴിഞ്ഞ ദിവസം അമിത്ഷാ വന്ന് 3 ദിവസത്തെ പര്യടനം കഴിഞ്ഞതിന് ശേഷം RSS BJP സംഘത്തിൻ്റെ ആക്രമണം ശക്തിപ്പെട്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ദില്ലി പോലീസിന്റെ ഒത്താശയോടെയാണ് AKG ഭവനിൽ CPM ജനറൽ സെക്രട്ടറിക്ക് നേരെ ആക്രമണം നടന്നത്. അക്രമ സംഭവങ്ങൾ CPM പ്രവർത്തകർ നടത്തരുതെന്ന് നിർദ്ദേശിച്ച കോടിയേരി ബാലകൃഷ്ണൻ BJPയുടെ പ്രകോപനങ്ങളിൽ വീഴാതെ CPM പ്രവർത്തകർ ആത്മസംയമനം പാലിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഈ മാസം 12-ന് വൈകുന്നേരം LDFന്റെ നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കും. ഫസൽ വധക്കേസിൽ യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിടണം. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിലെ നിലപാടും കോടിയേരി ആവർത്തിച്ച് വ്യക്തമാക്കി. ഇന്ന് കുടിക്കുന്നവർ തന്നെ കുടി ഒഴിവാക്കണം, അതിനുള്ള പ്രചാരവേല നടത്തും. അപ്പം ഞങ്ങൾ പരസ്യമായിട്ട് പറയുന്ന ആരും കുടിക്കാൻ പാടില്ല എന്നാണ്. CPM ഈ ഭരണഘടനയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു പാർട്ടി മെമ്പറും മദ്യപിക്കാൻ പാടില്ല. ഇപ്പം മദ്യപാനത്തെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്നൊരു പാർട്ടിയല്ല CPIM. അത് ബിഷപ്പുമാരെ പോലെ തന്നെ ഞങ്ങളും മദ്യപിക്കാത്തവരാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPIM ഓഫീസുകൾക്ക് നേരെ കോഴിക്കോട് വ്യാപക ആക്രമണം. ജില്ലാ കമ്മിറ്റി ഓഫീസിനു നേർക്കുണ്ടായ ബോംബേറിനു പുറമെ വടകര ചോറോടും RSS ആക്രമണമുണ്ടായി. ആക്രമണത്തിൽ നിന്ന് P മോഹനൻ മാസ്റ്റർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. അതേസമയം സംഭവത്തിൽ പോലീസ് കേസെടുത്തു. വധശ്രമത്തിനും സ്ഫോടക വസ്തു നിരോധന നിയമപ്രകാരവുമാണ് കേസ്. ജില്ലയിൽ ഹർത്താൽ പൂർണ്ണമായിരുന്നു.
പുലർച്ചെ 1 മണിക്ക് CPM ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസായ CH കണാരൻ സ്മാരക മന്ദിരത്തിലെത്തിയപ്പോഴാണ് ആക്രമണം നടന്നത്. മോഹനൻ മാസ്റ്ററെ പിന്തുടർന്നെത്തിയ സംഘമെറിഞ്ഞ് 2 സ്റ്റീൽ ബോംബിൽ ഒരെണ്ണം പൊട്ടിത്തെറിച്ചു. പൊട്ടാതെ കിടന്ന മറ്റൊരു ബോംബ് പോലീസ് പിന്നീട് കണ്ടെടുത്തു. ബോംബ് ജോലികൾ തെറിച്ച് ഓഫീസിന്റെ ജനൽ ചില്ലുകളടക്കം തകർന്നു. 6 അംഗ RSS സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പി മോഹനൻ മാസ്റ്റർ പറഞ്ഞു. ഞങ്ങളെയെല്ലാം അപായപ്പെടുത്തുന്നതിനുള്ള ഭീകരമായ ഒരു ഗൂഢാലോചനയും അതിനെ തുടർന്നുള്ള ആക്രമണവുമാണ് ഇവിടെ RSSകാർ നടത്തിയിരിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അവർ എന്തും ചെയ്യാൻ സന്നദ്ധമാവും എന്നുള്ളതാണ് യെച്ചൂരിക്ക് നേരെ ഡൽഹിയിൽ നടന്നിട്ടുള്ള കയ്യേറ്റം സൂചിപ്പിക്കുന്നത്. സംഭവസ്ഥലത്ത് ബോംബ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളും സ്ഫോടക വസ്തു നിരോധന നിയമവും ചുമത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ സമാധാനപരമായിരുന്നു. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വാഹന ഗതാഗതത്തെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അതേസമയം CPM ചോറോഡ് ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെയും വടകരയിലെ കൈരളി ഗ്രന്ഥാലയത്തിന് നേരെയും 3 KSRTC ബസ്സുകൾക്ക് നേരെയും ആക്രമണം നടന്നു. ആക്രമണങ്ങൾക്ക് പിന്നിൽ RSS ആണെന്നാണ് CPIMന്റെ ആരോപണം. CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ പ്രതിഷേധിച്ച് LDF പ്രവർത്തകർ കോഴിക്കോട് നഗരത്തിൽ പ്രകടനം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാൻ കാർഡിന് അപേക്ഷിക്കാനും ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാനും ആധാർ നിർബന്ധമാക്കിയുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. ഭരണഘടനാ ബെഞ്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതുവരെയാണ് സ്റ്റേ. ആധാർ വിവരങ്ങൾ ചോരുന്നുവെന്ന ആശങ്ക പരിഹരിക്കുന്നതുവരെ ആധാർ നിർബന്ധമാക്കാനാകില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ നിലവിൽ ആധാർ ഉള്ളവർ ജൂലൈ 1-നകം പാൻ കാർഡുമായി ബന്ധിപ്പിക്കണം. പാൻ കാർഡിന് അപേക്ഷിക്കാനും ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാനും ആധാർ നിർബന്ധമാക്കിയായിരുന്നു കേന്ദ്ര സർക്കാർ ഉത്തരവ്. ജൂലൈ 1 മുതൽ നടപ്പാക്കുന്ന രീതിയിലായിരുന്നു കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഈ ഉത്തരവ് സ്റ്റേ ചെയ്താണ് ജസ്റ്റിസുമാരായ AK സിക്രി, അശോക് ഭൂഷൺ അംഗങ്ങളായ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. ആധാർ ഇല്ലാത്തവർക്കും ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. റിട്ടേൺ നൽകുന്നതിന് ആധാർ നിർബന്ധമാക്കാനാകില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിനും പാൻ കാർഡിനും ആധാർ നിർബന്ധമാക്കിയത് ചോദ്യം ചെയ്യുന്ന ഹർജി പരിഗണിച്ചായിരുന്നു കോടതി ഉത്തരവ്. ആധാറിൽ നിന്ന് സ്വകാര്യ വിവരങ്ങൾ ചോരുന്നതായുള്ള ആശങ്ക വർദ്ധിക്കുന്നുവെന്നും ഇത് പരിഹരിക്കുന്നതുവരെ ആധാർ ഇല്ലാത്തവരെ അതെടുക്കാൻ നിർബന്ധിക്കാനാകില്ലെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ നിലവിൽ പാൻ കാർഡും ആധാറുമുള്ളവർ ജൂലൈ 1-നകം അത് രണ്ടും ബന്ധിപ്പിക്കണം. അല്ലെങ്കിൽ പാൻ കാർഡ് അസാധുവാകും. ആധാർ ഇല്ലാത്തവരും ആധാർ എടുത്ത് അത് പാൻ കാർഡുമായി ബന്ധിപ്പിക്കണമെന്ന കാര്യം ഭരണഘടനാ ബെഞ്ച് തീരുമാനിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ആധാർ നിർബന്ധമാക്കിയ കേന്ദ്ര സർക്കാർ ഉത്തരവിലെ ഭരണഘടനാ സാധ്യത ചോദ്യം ചെയ്ത് CPI നേതാവ് ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവരാണ് ഹർജി നൽകിയത്. ആധാർ നിർബന്ധമാക്കരുതെന്ന സുപ്രീം കോടതിയുടെ 2015 വിധിയുടെ ലംഘനമാണ് കേന്ദ്രം നടത്തിയതെന്ന് ഹർജിക്കാർ വാദിച്ചു. എന്നാൽ വ്യാജ പാൻ കാർഡുകൾ വർദ്ധിക്കുന്നുവെന്നും ഇത് തടയുന്നതിനാണ് ആധാർ നിർബന്ധമാക്കിയതെന്നുമാണ് അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും ഇത്തരം വ്യാജ പാൻ കാർഡുകൾ ഉപയോഗിക്കുന്നുവെന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടി. സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾക്ക് ആധാർ നിർബന്ധമാക്കരുതെന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് JS കഹാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പുതിയ മദ്യനയത്തെ എതിർക്കുന്നതിൽ UDF-ൽ ഭിന്നത. മുൻമന്ത്രി ഷിബു ബേബി ജോണും INTUC നേതാവ് ചന്ദ്രശേഖരനും LDF-ന്റെ മദ്യനയത്തെ പരസ്യമായി പിന്തുണച്ച് രംഗത്തെത്തി. മദ്യനയത്തിനെതിരെ വലിയ സമരപരിപാടികൾ വേണമെന്ന ആവശ്യത്തിന് UDF യോഗത്തിൽ കാര്യമായ പിന്തുണ ലഭിച്ചില്ല. LDF-ന്റെ മദ്യനയത്തെ സ്വാഗതം ചെയ്ത് മുൻമന്ത്രി ഷിബു ബേബി ജോണാണ് ആദ്യം രംഗത്ത് വന്നത്. മുൻ സർക്കാർ പ്രഖ്യാപിച്ച മദ്യനയം അനവസരത്തിലുള്ളതും അപക്വവുമാണെന്നും ഷിബു ബേബി ജോൺ ഫേസ്ബുക്കിൽ കുറിച്ചു. തൊട്ടു പിന്നാലെ പുതിയ മദ്യനയത്തെ സ്വാഗതം ചെയ്ത് INTUC നേതാവ് ചന്ദ്രശേഖരനും രംഗത്തെത്തി. സമരപരിപാടികൾ തീരുമാനിക്കുന്നതിന് യോഗം ചേരുന്നതിന് മുൻപുള്ള പരസ്യ പ്രതികരണങ്ങൾ UDF നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി. വലിയ സമരപരിപാടികൾ വേണമെന്ന VM സുധീറിന്റെ ആവശ്യത്തിന് UDF യോഗത്തിലും പിന്തുണ കിട്ടിയില്ല. തുടർന്ന് ജനകീയ കൂട്ടായ്മ മാത്രം തീരുമാനിച്ച് പിരിയുകയായിരുന്നു. അല്ല, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, വ്യാപകമായ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വ്യാപകമായ പ്രചരണം ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളിടയിൽ നടത്താനും തീരുമാനം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് 2 പരിപാടികൾ നമ്മൾ പറഞ്ഞത്. പുതിയ മദ്യനയത്തെ സ്വാഗതം ചെയ്തുള്ള ഷിബു ബേബി ജോണിന്റെ പ്രസ്താവന വ്യക്തിപരമാണെന്ന് NK പ്രേമചന്ദ്രൻ യോഗത്തിൽ വിശദീകരിച്ചു. ഘടകകക്ഷികളിൽ ഭൂരിഭാഗവും സമരം വേണ്ടെന്ന നിലപാട് സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർ ഉടമകൾക്ക് വേണ്ടിയുള്ള നിലപാടല്ല സർക്കാരിന്റേതെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ. ബാർ പൂട്ടിയതുകൊണ്ട് മദ്യവെക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടില്ലെന്നും UDF സർക്കാർ കേരളത്തെ ലഹരി വസ്തുക്കളുടെ കേന്ദ്രമാക്കി മാറ്റിയെന്നും മന്ത്രി പറഞ്ഞു. ഇടത് സർക്കാരിന്റെ മദ്യനയം ടൂറിസം മേഖലയ്ക്ക് കരുത്തു പകരുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി.
കൂടുതൽ അന്താരാഷ്ട്ര കോൺഫറൻസുകൾ കേരളത്തിലേക്ക് എത്തുന്നതിലൂടെ സാമ്പത്തിക വളർച്ച വേഗത്തിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. UDFന്റെ മദ്യനയം സംസ്ഥാനത്തെ ലഹരി കേന്ദ്രമാക്കി മാറ്റുകയാണ് ചെയ്തതെന്ന് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ പറഞ്ഞു. ബാറുകൾ പൂട്ടിയതുകൊണ്ട് മദ്യം കഴിക്കുന്നവരുടെ എണ്ണമോ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമോ കുറഞ്ഞിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. LDF മദ്യനയത്തിനെതിരെ UDF നടത്തുന്നത് വില കുറഞ്ഞ രാഷ്ട്രീയ പ്രചരണമാണെന്നും TP രാമകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. സർക്കാർ പ്രഖ്യാപിച്ച മദ്യനയം മദ്യത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കാനല്ലെന്നും മന്ത്രി പറഞ്ഞു. ബാർ ഉടമകൾക്ക് വേണ്ടിയുള്ള നിലപാടല്ല ഇത്. സാമൂഹ്യമായ പ്രശ്നങ്ങളുണ്ടാണ്. സുപ്രീം കോടതി വിധി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഏകദേശം 2000 കോടി രൂപ ഒരു വർഷം ഗവൺമെന്റിന് വരുമാന നഷ്ടം വരും. സാമൂഹ്യ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നയം സ്വീകരിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഗവൺമെന്റിന് ഈ കാര്യത്തിൽ തുറന്ന മനസ്സാണ്. ഞങ്ങൾ ചിന്തിക്കുന്നതും ഞങ്ങൾ ഇടപെടുന്നതും ജനങ്ങൾ മദ്യം കഴിക്കാതെ ഷാപ്പുകൾ പൂട്ടട്ടെ. കഞ്ചാവ് അതുപോലുള്ള വളരെ അപകടകരമായ ലഹരി പദാർത്ഥങ്ങളുണ്ട്. അതാണ് നമ്മളെ കുട്ടികളെ കടന്നു പിടിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മളെ കുട്ടികളെ രക്ഷിക്കണം. അതേസമയം സർക്കാരിന്റെ മദ്യനയം ടൂറിസം മേഖലയ്ക്ക് ഉണർവുണ്ടാക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും പ്രതികരിച്ചു. പുതിയ മദ്യനയം നിശ്ചയമായിട്ടും ടൂറിസം മേഖലയ്ക്ക് ഏറെ പ്രയോജനം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്തിന്റെ നികുതി വരുമാന നഷ്ടം നികത്താനല്ല പുതിയ മദ്യനയമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രവർത്തിച്ചതിനേക്കാൾ കുറവ് ബാറുകളെ പുതിയ മദ്യനയം അനുസരിച്ച് തുറക്കുമെന്നും തോമസ് ഐസക് തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇപ്പോഴും പൂർവ്വസ്ഥിതിയിലേക്ക് പോലും എത്തിയിട്ടില്ല. UDFന്റെ കാലത്തുണ്ടായതിനേക്കാൾ കുറവാണ് ഇപ്പോഴുള്ള ഔട്ട്ലെറ്റുകൾ. നികുതി വരുമാനം നഷ്ടം നികത്താനല്ല ഈ പണി ചെയ്യുന്നത്. KCBC പോലെ തന്നെ മദ്യം കുടിക്കരുത് എന്നൊരു പറയുന്ന പാർട്ടിയിലെ അംഗമാണ് ഞാൻ. അപ്പോൾ ആ ലക്ഷ്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. മാർഗത്തെക്കുറിച്ച് മാത്രമാണ് തർക്കം. പുതിയ മദ്യനയം സംസ്ഥാനത്ത് മദ്യമൊഴുക്കുമെന്ന വാദം നിലനിൽക്കില്ലെന്ന് കണക്കുകൾ. പുതിയതായി തുറക്കുന്നത് നക്ഷത്ര പദവിയുള്ള 94 ബാറുകൾ മാത്രമാണ്. നേരത്തെ 750 ബാറുകളായിരുന്നു സംസ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോഴും പൂർവ്വസ്ഥിതിയിലേക്ക് പോലും എത്തിയിട്ടില്ല. UDFന്റെ കാലത്തുണ്ടായതിനേക്കാൾ കുറവാണ് ഇപ്പോഴുള്ള ഔട്ട്ലെറ്റുകൾ. 3 സ്റ്റാറിന് മുകളിൽ നക്ഷത്ര പദവി നിലവിലുള്ള ബാറുകൾക്ക് മാത്രമാണ് ബാർ ലൈസൻസ് അനുവദിക്കുകയെന്ന് പുതിയ മദ്യനയം വ്യക്തമാക്കുന്നു. ഇതനുസരിച്ച് 58 4 സ്റ്റാർ ബാറുകൾക്കും 36 3 സ്റ്റാർ ബാറുകൾക്കും മാത്രമാണ് പുതുതായി ബാർ ലൈസൻസ് ലഭിക്കുക. നിലവിൽ 23 5 സ്റ്റാർ ഹോട്ടലുകളിൽ ബാർ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൂടി കൂട്ടിയാൽ ആകെ 117 ബാറുകൾക്കാണ് പ്രവർത്തനാനുമതി. ഇതിൽ 7 5 സ്റ്റാർ ബാറുകൾ ദേശീയ പാതയോര നിരോധനം ബാധകമായതിനാൽ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. പുതിയ മദ്യനയത്തിന്റെ ഭാഗമായി മദ്യ ഉപഭോഗം കൂടില്ലെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് തീരുമാനിച്ച് തുറന്ന ഷാപ്പുകൾ പലതും ഞാൻ ഈ പറഞ്ഞ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾ ചെയ്തൊരു കാര്യം 3 സ്റ്റാർ ഹോട്ടലുകളിലും 4 സ്റ്റാർ ഹോട്ടലുകളിലും വിദേശ മദ്യം നൽകുന്നതിന് അനുവാദം കൊടുത്തു. അങ്ങനെ ചെയ്താൽ പോലും നേരത്തെ ഉണ്ടായിരുന്ന സപ്ലൈയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാലും സപ്ലൈയിൽ കുറവാണ് വരാൻ പോകുന്നത്. സംസ്ഥാനത്ത് ആകെ ഉണ്ടായിരുന്ന 815 ബിയർ ഷോപ്പുകളിൽ 474 മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ദേശീയ പാതയോരങ്ങളിലെ ബാർ നിരോധനത്തിന്റെ ഭാഗമായി 315 അടച്ചുപൂട്ടി. പാതയിൽ നിന്നും 500 മീറ്റർ മാറി പുതിയ സൗകര്യം കണ്ടെത്തിയാൽ മാത്രമേ ഈ ബിയർ പാർലറുകൾക്കും അനുമതി ലഭിക്കൂ. ബാറുകൾ അടച്ചുപൂട്ടുന്ന സമയത്ത് 750 ബാറുകളായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഇതോടെ പുതിയ മദ്യനയത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് മദ്യമൊഴുകുമെന്ന വാദം നിലനിൽക്കില്ലെന്ന് വ്യക്തമാകുകയാണ്. MR സജേഷ്, തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക്. മന്ത്രി G സുധാകരന് ഭീഷണിക്ക് പിന്നിൽ വർഗീയവാദികളെന്ന് സൂചന. യെച്ചൂരിക്ക് ശേഷം മന്ത്രി സുധാകരനും കടകംപള്ളിയുമാണ് ലക്ഷ്യമെന്ന് ഭീഷണി സന്ദേശം. മന്ത്രി ഇന്റലിജൻസിന് പരാതി നൽകി. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ് ആലപ്പുഴയിൽ നിന്നും. ഷാജഹാൻ, എന്താണ് ഭീഷണി സന്ദേശം? ഒപ്പം ആരാണ് ഈ ഭീഷണിക്ക് പിന്നിലെന്ന് മനസ്സിലാക്കാനായോ? അഞ്ചു, അത്തരത്തിലുള്ള സൂചനകളൊന്നും ലഭിച്ചില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പൊതുമരാമത്ത് ശേഷം വകുപ്പ് മന്ത്രി G സുധാകരന് ഫോൺ വിളിയിലൂടെയും സന്ദേശത്തിലൂടെയുമായിരുന്നു ഇത്തരത്തിലുള്ള ഭീഷണികൾ വന്നിരുന്നത്. കഴിഞ്ഞ 5-6 തീയതികളിൽ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങൾ മന്ത്രി ആദ്യം ഗൗരവമായി എടുത്തിരുന്നില്ല, തള്ളിക്കളയുകയായിരുന്നു.
എന്നാൽ ദേശീയ തലത്തിൽ സീതാറാം യെച്ചൂരിക്കെതിരെ ഉണ്ടായ അതിക്രമത്തിന് ശേഷം മന്ത്രിയുടെ മൊബൈൽ ഫോണിലേക്ക് ജൂൺ 7-ന് വർഗീയതയുടെ സ്വരങ്ങൾ ഉപയോഗിച്ച് വീണ്ടും ഭീഷണി സന്ദേശം വരികയും മന്ത്രിമാരായ ജി സുധാകരനും കടകംപള്ളി സുരേന്ദ്രനുമാണ് അവരുടെ അടുത്ത ലക്ഷ്യമെന്നും സന്ദേശത്തിലൂടെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ജൂൺ 9-ന് വീണ്ടും ഇത്തരത്തിൽ സന്ദേശങ്ങൾ ലഭിക്കുകയാണ്. ഇത്തരത്തിൽ നിരന്തരമായിട്ട് ഫോണിലൂടെയും സന്ദേശങ്ങളിലൂടെയും ഭീഷണി വന്ന സാഹചര്യത്തിലാണ് ഇന്റലിജൻസിന് പരാതി നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി വരികയാണ്. അഞ്ജു. ശരി, വ്യക്തമാണ്. മന്ത്രി ജി സുധാകരന് ഭീഷണി ഉണ്ടായിരിക്കുന്നു. ഭീഷണിക്ക് പിന്നിൽ വർഗീയവാദികളാണ് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഇന്റലിജൻസിന് അദ്ദേഹം പരാതിയും കൈമാറിയിട്ടുണ്ട്. വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത്. കണ്ണൂർ പയ്യന്നൂരിൽ BJP ഓഫീസിൽ നിന്നും പോലീസ് ആയുധശേഖരം പിടികൂടി. വടിവാളുകളും ബോംബുകളുമാണ് കണ്ടെത്തിയത്. പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി. അടുത്ത കാലത്ത് പയ്യന്നൂരിലും പരിസരങ്ങളിലും BJP പരക്കെ നടത്തിവരുന്ന ആക്രമണങ്ങൾക്കിടയിലാണ് വടിവാളുകളും ബോംബുകളുടെയും വൻ ശേഖരം പോലീസ് പിടികൂടിയത്. BJPയുടെ പ്രാദേശിക ഓഫീസ് പ്രവർത്തിക്കുന്ന കോറോത്തിനടുത്ത് ആലക്കാട്ടു നിന്നാണ് ഇവ കണ്ടെടുത്തത്. പയ്യന്നൂർ രാമന്തളിയിൽ DYFI നേതാവ് ധനരാജനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ആലക്കാട് ബിജുവിന്റെ വീടിന് സമീപത്താണ് വടിവാളുകളും ബോംബുകളും കണ്ടെത്തിയ BJP ഓഫീസ് പ്രവർത്തിക്കുന്നത്. വീണ്ടുമൊരു ആക്രമണം ലക്ഷ്യമിട്ടാണോ ആയുധശേഖരം നടത്തിയതെന്ന ആശങ്ക ശക്തമാണ്. പയ്യന്നൂർ പോലീസ് ആയുധശേഖരം കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.